മാരാരിക്കുളം വടക്ക് ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും സഹായ വിതരണവും നടത്തി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മാരാരിക്കുളം വടക്ക് ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ധനസഹായ വിതരണവും നടത്തി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരുടെ കുട്ടികൾക്ക് പഠനോപകരണവും മരണപ്പെട്ടുപോയവരുടെ അവകാശികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ധനസഹായവും ഏപ്രിൽ മാസം പാലളന്ന കർഷകർക്ക് ലിറ്ററിന് 4 രൂപ നിരക്കിൽ മിൽമയുടെ സബ്സിഡിയും വിതരണം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് അനിൽ വെള്ളാശ്ശേരി സ്വാഗതം പറഞ്ഞു. വാർഡംഗം മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല ക്ഷീരവികസന ഓഫീസർ ഷിൻഡ്യ LK, വാർഡ് കൺവീനർ P അജയൻ, സംഘം സെക്രട്ടറി സ്മിത സുമേഷ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ആ നിലയിൽ വരുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും കൃഷിക്കാർ തൃപ്തരല്ല എന്നുള്ളതാണ് വസ്തു. ഇന്നിപ്പോൾ വെയിലായിരുന്നു. വെയിൽ സമയമാകുമ്പോൾ നമുക്കറിയാം പാല് കുറയും. ചൂട് കൂടുന്നതനുസരിച്ച് പാലിൻ്റെ ഉൽപ്പാദനവും കുറയുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നിപ്പോൾ പുല്ലൊന്നും വേണമെങ്കിൽ വലിയ വില കൊടുക്കണം. കാലിത്തീറ്റയുടെ കാര്യം അത് പറഞ്ഞു. ഈ നിലയിലാണ് നിൽക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ കഴിയണം. ഇപ്പോൾ മിൽമ അതിൻ നിലയിലുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്. കൃഷിക്കാർക്ക് കാലിത്തീറ്റയടക്കം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സഹായങ്ങൾ എങ്ങനെ വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ മിൽമ ഇപ്പോൾ നല്ലതുപോലെ ആലോചിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള നിലപാടുകളും വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇപ്പോൾ കുറേ സഹായങ്ങൾ ചെയ്യാനുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ട്. പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്കായാലും അതിന് ജില്ലാ പഞ്ചായത്തുകളായാലും എപ്പോഴും അവിടെ പദ്ധതികളെല്ലാം വെക്കുന്ന സന്ദർഭത്തിൽ ക്ഷീരമേഖല ഒരു പ്രധാനപ്പെട്ട മേഖലയായി തന്നെയാണ് കാണുന്നത്. ഒരിക്കലും ക്ഷീരമേഖലയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പദ്ധതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെക്കുന്നില്ല. അവിടെ ഫണ്ട് ഉപയോഗിച്ച് എത്രത്തോളം പരമാവധി ക്ഷീരകർഷകർക്ക് കൊടുക്കാൻ കഴിയുമോ ആ നിലയിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഫണ്ടെല്ലാം പരിമിതമാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് അവസാനം ചിലവഴിക്കാതെ പോകുന്ന പൈസ ഉണ്ടെങ്കിൽ അതുകൂടെ അവസാനം കൊടുക്കുന്ന പെട്ടെന്ന് ചിലവഴിക്കാൻ പറ്റുന്ന മേഖല കൂടിയാണ്. അതായത് കൃഷിക്കാർക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്. സബ്സിഡി ഇനത്തിലാണ് കൊടുക്കുന്നത്. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് ഒരു ചാക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പാലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തൊഴിലുറപ്പിലെല്ലാം എടുത്തിട്ട് എങ്ങനെയാണ് തൊഴുത്തും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുക, ചാണകക്കുഴി അതുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, ആ നിലയിലും കൂടെ ഇടപെടുന്നുണ്ട്.